നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ മഴ കനത്ത സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത്. കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ചൊവ്വാഴ്ചയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 5 ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പട്ടാമ്പിയിലെ രാസവള ഗുണ നിയന്ത്രണശാല കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. നിലവിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൃഷി വകുപ്പിന്റെ കീഴിൽ പട്ടാമ്പിൽ പ്രവർത്തിക്കുന്ന രാസവള ഗുണ നിയന്ത്രണശാലയുടെ കെട്ടിടമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് അടച്ചുപൂട്ടിയത്. നിലവിൽ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കെട്ടിടം സന്ദർശിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന രാസവള ഗുണ നിയന്ത്രണശാല, ഫെർട്ടിലൈസർ അതിന്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പട്ടാമ്പിയിലെ രാസവള ഗുണ നിയന്ത്രണശാല, ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ലാബ്. അത് വളരെ കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ പല പരിമിതികളും അതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ജൈവവളങ്ങൾ, ജീവാണു വളങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനുള്ള ലാബ് കൂടി പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ ബാംഗ്ലൂർ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പട്ടാമ്പിയിലും കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ 2 സ്ഥാപനങ്ങളും പട്ടാമ്പിക്ക് അഭിമാനമായിട്ടുള്ള സ്ഥാപനമാണ്. എന്നാൽ രാസവള ലാബിന് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കെട്ടിടത്തിന് പരിമിതമായ പ്രശ്നങ്ങളുണ്ട്, അത് ചില വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ അറിയിച്ചിരുന്നു. ഈ 2 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ഒരു യോഗവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രാസവള ലാബിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുതിയ കെട്ടിടത്തിനുള്ള അല്ലെങ്കിൽ നിലവിലെ കെട്ടിടത്തെ റിപ്പയർ ചെയ്യാനുള്ള ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയിക്കാനുള്ളത്. പിന്നെ ജൈവവളങ്ങളുടെ ഈ ലാബിനെ സംബന്ധിച്ചിടത്തോളം സൗകര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. ജീവനക്കാരുടെ അഭാവമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുമായി ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക് പ്രൊമോഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ്. 1999 ഇവിടെ കെട്ടിടം നിർമ്മിച്ചത്. 25 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ഏറെ ശോചനീയാവസ്ഥയിലാണ്. ഉദ്യോഗസ്ഥരുടെ റൂം, രാസവള പരിശോധന റൂം ഉൾപ്പെടെ 2 നിലകളിലായാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് ഏതാനും മാസങ്ങളായി സ്ഥാപനം താൽക്കാലികമായി അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സീലിംഗിന്റെ സിമന്റ് പാളികൾ അടർന്നു വീണ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുന്നത്. സമീപത്തെ ജൈവവള ഗുണനിലവാരശാലയിലാണ് രാസവള ഗുണ നിയന്ത്രണശാലയുടെ പ്രവർത്തനം. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മറ്റു ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. തൃത്താലയുടെ വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാങ്കല്ലിൽ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രവും വാട്ടർ ATM-ഉം പ്രവർത്തനം ആരംഭിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. കൂടാതെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ച് വാട്ടർ ATM സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 6 ശുചിമുറികളാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അംഗപരിമിതർക്കായി ഭിന്നശേഷി സൗഹൃദ ബാത്റൂമും കെട്ടിടത്തിലുണ്ട്. കൂടാതെ അമ്മമാർക്കായി മുലയൂട്ടൽ മുറി, വാട്ടർ ATM സംവിധാനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. തൃത്താല മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിനോട് ചേർന്നാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അവധി ദിനങ്ങളിൽ ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന വെള്ളിയാങ്കല്ലിൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് ആവശ്യമായ സൗകര്യങ്ങളില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പരുതൂർ പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമായതോടെ ഇത്തരം പരാതികൾക്കെല്ലാം അവസാനമായി. ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെയും വാട്ടർ ATM-ന്റെയും ഉദ്ഘാടനം പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭി എടമന അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ ജലീൽ, വാർഡ് മെമ്പർമാരായ രജനി ചന്ദ്രൻ, അനിത രാമചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TK ചേക്കുട്ടി, ആസൂത്രണ സമിതി അംഗം നിസാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.
മഴ കനത്തതോടെ നാശനഷ്ടങ്ങൾ വ്യാപകമായി. പട്ടാമ്പി താലൂക്കിൽ മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് വിവിധ പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊപ്പത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയതോടെ പട്ടാമ്പി താലൂക്കിൽ നാശനഷ്ടം വ്യാപകമായി. മരങ്ങൾ പൊട്ടിവീണുള്ള അപകടങ്ങളാണ് വ്യാപകം. മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊപ്പം എറയൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നത് പരിഭ്രാന്തി പരത്തി. കോഴിക്കാട്ടിൽ ഫാത്തിമയുടെ വീട്ടുകിണറാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത്. ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപകട സാധ്യത കണക്കിലെടുത്ത് കിണർ മണ്ണിട്ട് തൂർക്കാൻ നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. പട്ടാമ്പി ഗുരുവായൂർ പാതയിലെ ഞാങ്ങാട്രിയിൽ മരം റോഡിലേക്ക് വീണ് അപകടം സംഭവിച്ചു. ആളപായമില്ല. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ തകർന്നു. മുറുതല പെരുമുടിയിലുള്ള വീട്ടുമുകളിലേക്ക് മരങ്ങൾ വീണുള്ള നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു. കൊപ്പം മണ്ണേങ്കോട് പ്രഭാപുരത്ത് മടത്തിൽ പറമ്പിൽ സൈനബിയുടെ വീടിന്റെ അടുക്കള ഭാഗം 20 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണു. ആളപായമില്ല. ഇവരുടെ അയൽവാസിയായ കരിക്കാട്ടുപള്ളിയാലിൽ ഷറഫുദ്ദീന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനും ഇത് ഭീഷണിയായി. മണ്ണേങ്കോട് 6ഓളം വീടുകൾ കഴിഞ്ഞ ദിവസം കാറ്റിൽ മരം വീണ് തകർന്നിരുന്നു. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. കൈപ്പുറം നെടുങ്ങോട്ടൂർ വിളയൂർ റോഡിന്റെ രാമച്ചങ്കുന്നത്ത് മൈലാടി ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. 6 അടിയോളം താഴ്ചയിലേക്കാണ് വശം ഇടിഞ്ഞത്. ഇതോടെ പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. വാഹനങ്ങൾ ആക്കപ്പറമ്പ്, പാങ്കുഴി, എടപ്പലം വഴി പോകണമെന്ന് അധികൃതർ അറിയിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടിവീണുള്ള അപകടങ്ങളും വ്യാപകമാണ്. താലൂക്കിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഞാങ്ങാട്ടിരിയിൽ മരം കടപുഴകി കാറിന് മുകളിൽ വീണു. ഞാങ്ങാട്ടിരി സ്കൂൾ റോഡിന്റെ വശത്തു നിന്നിരുന്ന കൂറ്റൻ ഞാവൽ മരമാണ് പുലർച്ചെ 2 മണിയോടെ കടപുഴകി വീണത്. മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന ടാറ്റ സുമോ തകർന്നു. വാഹനത്തിൽ ആളില്ലാത്തതിനാൽ ആർക്കും പരിക്കുണ്ടായില്ല. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ മരം പൊട്ടിവീണ് വാഹനങ്ങൾ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്തിരുന്ന മരമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പൊട്ടിവീണത്. കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരം പൊട്ടിവീണത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബൈക്കും കാറും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് മരത്തിനടിയിൽ പെട്ടത്. തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മരച്ചില്ലകൾ വെട്ടിമാറ്റി. എന്നാൽ മരം പൂർണ്ണമായും വെട്ടിമാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വൈദ്യുതി ബന്ധവും താറുമാറായിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റും ഇവിടെ പൊട്ടി വീണിട്ടുണ്ട്. രാത്രി 11 മണിയോടുകൂടി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ബിജു കോട്ടേഴ്സിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് അതിശക്തമായ കാറ്റും മഴയും വന്ന് മരം ഒടിഞ്ഞു വീഴുകയും ഓടി അകത്തേക്ക് കയറി രക്ഷപ്പെട്ടിട്ടുള്ളതാണ്. കോട്ടേഴ്സിൻ്റെ കൂടെയുള്ള ഷെഡും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതാണ്. തൃത്താല മേഖലയിൽ വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൃത്താല മേഖലയിലെങ്ങും മഴയോടൊപ്പം അതിശക്തമായ കാറ്റും വീശിയടിച്ചത്. ഇതോടെ പലയിടങ്ങളിലും റോഡിനു കുറുകെയും വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലായും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. കൂറ്റനാട് സെന്ററിൽ പട്ടാമ്പി റോഡിലായി 2 മരങ്ങൾ കടപുഴകി വീണ് 5ലേറെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തൃത്താല മേഴത്തൂർ ഇരുപ്പക്കോട്ടുകാവ് ക്ഷേത്രത്തിനു സമീപം മരം വീണ് വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. ഇവിടെ ഏറെ നേരം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. കൂറ്റനാട് പിലാക്കാട്ടിരി അങ്കനവാടി പ്രദേശത്ത് നിരവധി റബ്ബർ മരങ്ങൾ പൊട്ടിവീണു. പ്രദേശത്ത് വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം ഇതുവരെയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മിക്കയിടങ്ങളിലും KSEB ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ പൊട്ടിവീണ നാശനഷ്ടം. പട്ടിത്തറ 13-ാം വാർഡിലെ സഗീറിന്റെ വീടിന്റെ കാർ ഷെഡിന് മുകളിലേക്കാണ് മരം പൊട്ടിവീണത്. ഷെഡിന് കേടുപാടുകൾ സംഭവിച്ചു. വീടിനോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന മഴ സംഭരണി പൂർണ്ണമായും തകർന്നു. പെരിങ്ങോട് തൊഴുക്കാട് മേഖലയിൽ മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. ചിറ്റിലങ്ങാട് വലിയ വീട്ടിൽ ഉണ്ണിയുടെ വീട്ടിന് മുകളിൽ ശക്തമായ കാറ്റിൽ മരം വീണു. വീട് ഭാഗികമായി തകർന്നു. തൊഴുക്കാട് നിരവധിയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തളി നെഹ്റു സ്മാരക വായനശാലയുടെ 60ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. ചേലക്കര MLA UR പ്രദീപ് വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. വായനശാല സെക്രട്ടറി CK വിനോദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് TPA ഹമീദ് നന്ദിയും പറഞ്ഞു. വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം CU അബൂബക്കർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ഹനീഫ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം PV വാപ്പുട്ടി,
TK ശങ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽപ്പെട്ട വ്യക്തികൾക്ക് ആദരം നൽകി. SSLC, +2 വിജയികളെ അനുമോദിച്ചു. കൂടാതെ വായനശാലയിൽ നടക്കുന്ന കരാട്ടെ ബാച്ചിലെ കുട്ടികളെയും ആദരിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. തളി നെഹ്റു സ്മാരക വായനശാലയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതാ സംഗമം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ K ചിത്രലേഖ എഴുതിയ കവിതാ സമാഹാരം പാട്ട് പൂക്കുന്നിടം MP രുക്മിണി ടീച്ചർ പ്രകാശന കർമ്മം നിർവഹിച്ചു. മേധാ സുരേഷ്, അനഘ മനോജ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. സമൂഹത്തിലെ വിവിധ മേഖലയിൽപ്പെട്ട 25 വനിതകളെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വായനശാല ഗജാൻജി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീമ ബാബു, C വിജയലക്ഷ്മി, യൂട്യൂബർ രൂപ ശരത് ബാബു, MP പ്രീത, K ചിത്രലേഖ, സിന്ധു മണികണ്ഠൻ, സിന്ധു ശ്രീകാന്ത്, വിജിത ശ്രീജിത്ത്, ലൈബ്രറിയൻ C ഗീത എന്നിവർ സംസാരിച്ചു. ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നേടിയ നാടൻ കലകളുടെയും കേത്രാട്ടം എന്ന കലാരൂപത്തിന്റെയും ഗവേഷകൻ KP വേലായുധൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. പഴയകാല രാഷ്ട്രീയ പ്രവർത്തകൻ, കലാസാംസ്കാരിക പ്രവർത്തകൻ, ആറങ്ങോട്ടുകര വിദ്യാഭൂഷണി വായനശാലയുടെ സെക്രട്ടറി എന്നിങ്ങനെ വിവിധ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന KP വേലായുധൻ അന്തരിച്ചു. തിങ്കളാഴ്ച രാവിലെ 5 മണിയോടെ ഹൃദയസ്തംഭനം മൂലം വീട്ടിൽ വെച്ചായിരുന്നു മരണം. മുല്ലയ്ക്കൽ പൂരാഘോഷത്തിലെ പറവേലയുടെ അമരക്കാരൻ മുൻ ജില്ലാ ബാങ്ക് ഉദ്യോഗസ്ഥനുമായിരുന്നു. പ്രമേഹരോഗിയായ വേലായുധൻ രോഗം മൂർച്ഛിച്ചതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇടതുകാൽ മുറിച്ചുകളയേണ്ടി വന്നു. അതിനുശേഷവും തന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ടു മാത്രം മുളകൊണ്ടുള്ള വീട്ടുപയോഗ സാധനങ്ങളും അപൂർവ കരകൗശല വസ്തുക്കളും നിർമ്മിച്ച് സംസ്ഥാനത്തുടനീളം സർക്കാർ തലത്തിലുൾപ്പെടെ വിവിധ പ്രദർശന സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ച് ശ്രദ്ധേയനായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏക ഫോക്ലോർ അവാർഡ് ജേതാവായ വേലായുധനെ മറ്റ് ഒട്ടനവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക പൊതുരംഗത്തെ നിരവധി പേർ വേലായുധന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം വൈകിട്ട് 3-ന് ചെറുതുരുത്തി പുണ്യതീരം ശ്മശാനത്തിൽ നടന്നു. രാധാമണിയാണ് ഭാര്യ. വിനീത്, വൃന്ദ എന്നിവർ മക്കളാണ്. കടവല്ലൂർ കല്ലുംപുറത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ മേനോത്തുവളപ്പിൽ ഷാജിയുടെ മകൻ 20 വയസ്സുള്ള അഫ്താബിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. കല്ലുംപുറം ചെഗുവേര റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ BBAക്ക് പഠിക്കുന്ന അഫ്താബ് അവധിക്ക് വീട്ടിൽ വന്നതാണ്. കുന്നംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് പുറത്തെടുത്തത്. ഞായറാഴ്ച 8 മണി മുതലാണ് അഫ്താബിനെ കാണാതായത്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.